ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇനി 2 സ്ഥലത്ത് കൂടിയാ വേദന, 2 സ്റ്റേജാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, നമ്മുടെ പണ്ഡിതന്മാര് പണ്ടൊക്കെ ഈ മുജാഹിദിന്റെ അടുത്തൊക്കെ ചിലപ്പോൾ ശൈത്താൻ ഹാദിറാവും, അപ്പൊ മന്ത്രിച്ചാലങ്ങ് പോവും എന്നൊക്കെ പറയലുണ്ട്. എന്നാൽ അപ്പൊ എന്ത് ശൈത്താൻ ഹാദിറാകൽ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ മൗലവിമാര് പറയുന്നു ശൈത്താൻ ഹാദിറാവൂന്ന് മാത്രല്ല, ചിലപ്പോ ശൈത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റും. എങ്ങനെ? ശൈത്താന് ഭയങ്കര പവർ കൊടുത്തിരിക്കാൻ ഇപ്പൊ മൗലവിമാരെ. ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളിയും എന്ന് പറഞ്ഞാൽ ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളി. ഇപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവി ഇവിടെ വന്ന് പ്രസംഗിച്ചില്ലേ? അതെ, ചിലപ്പോ നാളെ ചെന്ന് നോക്കിയാൽ അയാളെ ശൈത്താൻ കൂടിയിട്ട് വേറെന്തോ ആയിട്ടുണ്ടാവും, വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ എന്തോ ആയിട്ടുണ്ടാവും എന്നാണ് ഇപ്പൊ മുജാഹിദ് മൗലവിമാർ പറയുന്നത്. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവല. ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ കേട്ടില്ലേ? ശൈത്താൻ ഹാദിറായിട്ട് നമ്മൾ ചിലപ്പോൾ മരിച്ച ആളെ അങ്ങ് മാറിപ്പോവും, അല്ലെങ്കിൽ വേറൊരുത്തന്റെ കോലത്തിലിങ്ങാവും. ഇങ്ങനെ ശൈത്താൻ ഇപ്പൊ ഒട്ടാകെ ഹാദിറാകലാണ്. കൂട്ടത്തിൽ ഇവിടെയും കുറച്ച് ഹാദിറായിട്ടുണ്ടാവും മുമ്പ്. അങ്ങനെ ശൈത്താൻ ഇങ്ങനെ ഹാദിറാകുന്ന ഒരു സമയമാണ് ഇപ്പൊ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ഈ ശൈത്താന്റെ ശല്യം ഒഴിവായി കിട്ടാൻ എന്താ പണി? അതിന് വേറൊരു മൗലവി പറയുന്നു. ഇപ്പൊ പ്രസംഗിച്ച മൗലവി ശംസുദ്ദീൻ പാലത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നടന്ന പരിപാടിയിൽ പറഞ്ഞല്ലോ, നാളെ മുതലക്കുളം മൈതാനി പരിപാടിയുണ്ട്, അവിടെ ശംസുദ്ദീൻ പാലത്ത് എന്ന് ആൾ പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടുന്ന് തന്നെ കൊണ്ടോട്ടിയിലെ പ്രസംഗത്തിൽ പറഞ്ഞു മുജാഹിദുകൾ. ആ മൗലവിയാണ് ഇപ്പൊ പ്രസംഗിച്ചത്. ഇനി വേറൊരു മൗലവി, അയാളൊരു ഡോക്ടറും കൂടിയായ മൗലവിയാണ്. ആ മൗലവി പറയുന്നു, എന്താ പറയുന്നറിയോ? ശൈത്താന്റെ ശല്യം ഒഴിവാക്കണമെങ്കിലുള്ള വിദ്യ എന്താണെന്നറിയോ? ശൈത്താൻ അങ്ങ് തൃപ്തിപ്പെടുത്തി കളിയാ. അതെങ്ങനെ? അതിനയാൾ ഉദാഹരണം പറയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ, അയാൾ പറഞ്ഞാണേ, ഞാൻ പറഞ്ഞല്ല, അത് നിങ്ങൾ കേൾക്കാം. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ ചിലപ്പോ കോൺഗ്രസ്സുകാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാവും. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാനുള്ള വിദ്യ എന്താണ്? പാർട്ടി മാറിക്കളിയാ. അതുപോലെ നമുക്ക് ശൈത്താന്റെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ നമുക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ശൈത്താന്റെ പാർട്ടി ആയി കളിയാ. ഇതാണ് അതിനുള്ള വിദ്യ എന്ന് മാത്രമല്ല, പിന്നെ അയാൾ വേറൊന്ന് പറയുന്നുണ്ട്. എന്താണ് അയാൾ പറയുന്നത്? ശൈത്താൻ എന്ന് പറഞ്ഞാലേ ചിലപ്പോ നമ്മൾ മേശ അടക്കുമ്പോ, മേശ വലിച്ചു വെക്കുമ്പോ ഒക്കെ ശൈത്താൻ അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും, ജിന്ന് അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും. ചിലപ്പോ നമ്മൾ തേങ്ങ വലിച്ചിടുമ്പോ തേങ്ങന്റെ ഉള്ളിലും ചിലപ്പോ ജിന്ന് കുടുങ്ങിപ്പോവും. ചിലപ്പോ നമ്മൾ ചൂടുവെള്ളം എടുത്ത് പുറത്ത് ഒഴിക്കുമ്പോ ജിന്നിന്റെ പുറത്തായി പോകും. അപ്പോ ഈ ജിന്നിന് നമ്മളോട് വെറുപ്പാവും. നമ്മൾ മനഃപൂർവ്വം ചെയ്തില്ലെങ്കിൽ മൂപ്പര് നമ്മളൊരു തെറ്റായി പോകും. അപ്പൊ നമ്മളെ ശല്യം ചെയ്താളിയോ എന്നും കൂടി മൂപ്പര് പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് അതിന് ചൂടുവെള്ളമൊക്കെ ഒഴിക്കാവൂ, അതുപോലെ തന്നെ മേശ പിടിക്കാവൂ. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ കേട്ടോളൂ. അയാൾ പറയട്ടെ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ നല്ലൊരു ശതമാനം പൈശാചികമായ ബാധയാണ്. ഇതിന് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ തള്ളിക്കളയും. ചിലത് രോഗം കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ അവയവം മുറിച്ചു മാറ്റിന്ന് വരും. അതുകൊണ്ട് ചിലപ്പോൾ രോഗം മാറിക്കൊള്ളണമെന്നില്ല. വാസ്തവത്തിൽ ഈ രോഗങ്ങൾ, ഈ പൈശാചികബാധങ്ങളുടെ രോഗങ്ങൾ 3 തരത്തിലാണ് ചികിത്സിക്കാൻ പറ്റുക. ഒന്നാമത്തെ ചികിത്സാ രീതി എന്തെന്ന് വെച്ചാൽ, പിശാചിനെ നമ്മളങ്ങ് തൃപ്തിപ്പെടുത്തി വെച്ചാൽ മതി. ഉദാഹരണമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കാതിരിക്കട്ടെ, ഞാൻ പാർട്ടിയെ ഒന്നിനും പൊക്കി താഴ്ത്തി പറയല്ല, ഉദാഹരണം പറയാം. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുക, ഒരു കോൺഗ്രസ്സുകാരനായ ഒരു ഉദ്യോഗസ്ഥന് കുറെ സ്ഥലം മാറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ വല്ലാതെ ശല്യം ഉണ്ടാകുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും എളുപ്പം ആ മാർക്സിസ്റ്റ് ശല്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ ശല്യം ഉണ്ടാവില്ല. അല്ലെ കോൺഗ്രസ് ഗവൺമെന്റാണ്, മാർക്സിസ്റ്റുകാരനാ പ്രശ്നമെങ്കിൽ എന്ത്, അവന്റെ പ്രയാസം മാറാൻ എന്ത് ചെയ്താൽ മതി? ആ പാർട്ടിയിലേക്ക് മാറിക്കൊടുത്താൽ പിന്നെ ഒരു ശല്യം ഉണ്ടാക്കില്ല. ഇതുപോലെ ഒരു വിശ്വാസിയെ ഒരാളെ പിശാച് ശല്യപ്പെടുത്തുക, ആ പിശാചിന്റെ കൂടാൻ കൂടിക്കൊടുത്ത് അവിശ്വാസിയായി കഴിഞ്ഞാലോ അവൻ സംതൃപ്തിയായി അവൻ എന്ത് ചെയ്യും? ശല്യം മാറ്റും. പിശാച് ജിന്നുകൾ ദേഷ്യം മൂലം ഉപദ്രവിക്കുക മനുഷ്യരെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു എന്ന് വരും.
ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശ ഒന്നങ്ങ് അടുപ്പിച്ചിടുമ്പോൾ ജിന്നടക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പെന്ന് ചൂടോടെടുത്ത് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ജിന്നിൻ്റെ ദേഹത്തായിരിക്കും വീണ്ടുണ്ടാകുക. അല്ല തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിൻ്റെ പുറത്തായിരിക്കും വീണ്ടുണ്ടാകുക. നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. നമ്മൾ തന്നെ ചിലപ്പോൾ വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ട് ഒരു ജിന്ന് മരിച്ചെന്ന് വരും, പരിക്ക് പറ്റിയെന്ന് വരും. നമുക്കതറിയാം. അപ്പൊ വളരെ ശ്രദ്ധിക്കണം മാങ്ങയൊക്കെ എറിഞ്ഞിരുന്ന ആൾക്കാർ. കാരണം ഒരു കല്ലങ്ങിട്ട് ഒരു മുജാഹിദ് മാവിന് എറിഞ്ഞാൽ മേലെന്ന് 3 സാധന തിരിച്ചു വരിക. ഒന്ന് കല്ല്, മറ്റൊന്ന് മാങ്ങ, വേറൊരു ജിന്നും. മുജാഹിദ് മാങ്ങ എറിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാകുക. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ തെഹ്ഖീഖ്.